ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 144. എസ്ത്രദലോണിൽ നിന്ന് ജെറുസലേമിലേക്ക്. കർമ്മലമലയുടെ ഉച്ചിയാണോ ആ കാണുന്നത്? കസിൻ ജെയിംസ് ചോദിച്ചു. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പ്രകൃതി എത്ര മനോഹരമായിരിക്കും. എൻ്റെ പരസ്യപ്രേക്ഷിതത്വം ആരംഭിച്ച കാലത്ത് ഒരിക്കൽ ഒറ്റയ്ക്ക് ആ മല കയറി. എന്നാൽ ഇന്ന് നമുക്കെല്ലാം കൂടി ആ മല കയറാം. ഈശോയെ, വളരെ നന്ദി. നീ എന്നെ ഇപ്പോഴും മനസ്സിലാക്കിയല്ലോ. അതുപോലെ നിന്നെ ഞാൻ പൂർണ്ണതയിലേക്ക് നയിക്കുകയാണ് ജെയിംസേ. എന്തിന്? കാരണം സ്വർഗത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് വായിക്കാൻ അവിടത്തേക്ക് കഴിയുമല്ലോ. എന്നോടത് പറയുകയില്ലേ? ഈശോ ജെയിംസിൻ്റെ തോളിൽ കൈവച്ച് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിക്കുന്നു. നിനക്ക് യഥാർത്ഥത്തിൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? കൊള്ളാം, ഒരു കടങ്കഥയുടെ രൂപത്തിൽ ഞാനത് പറയാം. അതിൻ്റെ ഉത്തരം നീ കണ്ടുപിടിച്ചാൽ നീ ജ്ഞാനിയായി. ശ്രദ്ധിച്ച് കേൾക്കൂ. കള്ളപ്രവാചകന്മാരെ എല്ലാം കർമ്മലമലയിൽ കൂട്ടിയ ശേഷം എലീശ അവരുടെ മുന്നിൽ ചെന്ന് ചോദിച്ചു, എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ ഏന്തി നടക്കും? ആദ്യം ഒരു കാലിൽ, പിന്നെ മറ്റേ കാലിൽ. കർത്താവ് ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുക, ബാലാണ് ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുക. അവർ ഒന്നും മറുപടി പറഞ്ഞില്ല. എലീശ അപ്പോൾ പറഞ്ഞു, ഞാൻ മാത്രം കർത്താവേ, ഉത്തരമരുളണമേ. നീയാണ് കർത്താവായ ദൈവമെന്ന് ഈ ജനം അറിയേണ്ടതിന് നീ എനിക്ക് ഉത്തരമരുളണമേ. ഇവരുടെ ഹൃദയങ്ങളെ നീ വീണ്ടെടുക്കണമേ. അപ്പോൾ ദൈവത്തിൻ്റെ അഗ്നി വീണ് ദഹനബലിയെ മുഴുവൻ വിഴുങ്ങി. ഉത്തരം ഊഹിച്ചുകൊള്ളൂ. ജെയിംസ് ചിന്തിച്ച് തലയും താഴ്ത്തി നടന്നു. ഏതാനും മീറ്റർ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ജെയിംസ് ചോദിക്കുന്നു, ഇത് എലീശായെക്കുറിച്ചാണോ അതോ എൻ്റെ ഭാവിയെക്കുറിച്ചാണോ? നിൻ്റെ ഭാവിയെക്കുറിച്ച്, തീർച്ചയായും. ജെയിംസ് വീണ്ടും ആലോചിച്ച ശേഷം താണസ്വരത്തിൽ പറയുന്നു, ആത്മാർത്ഥതയോടെ ഒരു മാർഗത്തിൽ വ്യാപരിപ്പാൻ ഇസ്രായേലിനോട് ആഹ്വാനം ചെയ്യാൻ ഞാനായിരിക്കുമോ നിയോഗിക്കപ്പെടുന്നത്? അതിൻ്റെ അർത്ഥം പീഡനങ്ങളും മർദ്ദനങ്ങളും മൂലം എല്ലാവരും ചിതറിക്കപ്പെടും, ഞാൻ മാത്രം അവശേഷിക്കും എന്നാണോ? അപ്പോൾ ഈ ജനത്തിൻ്റെ മാനസാന്തരത്തിനായി നിന്നോട് ഞാൻ പ്രാർത്ഥിക്കും എന്നാണോ? ഞാനൊരു പ്രധാന പുരോഹിതനായാലെന്ന പോലെ, ഒരു ബലിവസ്തുവായാലെന്ന പോലെ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ മുതൽ എന്നെ നീ കത്തി ജ്വലിപ്പിക്കണമേ. നീ ഇപ്പോൾ തന്നെ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എലീശയ്ക്ക് സംഭവിച്ചതുപോലെ നീയും അഗ്നിയാൽ ആവഹിക്കപ്പെടും. അതുകൊണ്ടാണ് നീയും ഞാനും തനിച്ച് സംസാരിക്കാനായി കർമ്മലമലയിലേക്ക് പോകുന്നത്. അതെപ്പോഴാണ്? പെസഹ കഴിഞ്ഞാണോ? അതെ, ഒരു പെസഹയ്ക്ക് ശേഷം. അന്ന് ഞാൻ നിന്നോട് വളരെ കാര്യങ്ങൾ പറയും. അവർ ഒരു കല്ലുപാലത്തിൽ കൂടി ഒരു ചെറു നദി കടന്ന് എൻഗാമിനേക്കുള്ള റോഡിൽ എത്തുന്നു. ബാലൻ ക്ഷീണിതനാണെന്ന് കണ്ട് പത്രോസ് അവനെ തോളിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നു. ഒരു ഗ്രാമത്തിലെത്തി അവർ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവിടെ നല്ല തണുത്ത വെള്ളം ശക്തിയായിട്ടൊഴുകുന്നു. ഒരു ഉറവയിൽ പത്രോസ് പാത്രങ്ങളിലെല്ലാം അവർക്ക് ആവശ്യമുള്ള വെള്ളം നിറച്ച ശേഷം തൻ്റെ കാൽ കഴുകി തണുപ്പിക്കുന്നു. പിന്നെ ബാലൻ്റെ കാലും കഴുകി തണുപ്പിച്ചു കൊടുക്കുന്നു. അവൻ്റെ വള്ളി പൊട്ടിയ ചെരുപ്പുകൾ കാലിൽ വേദന വരുത്തിയത് കണ്ടു. നീ ഒട്ടും നടക്കേണ്ട, നിനക്ക് വേറെ ചെരുപ്പ് വാങ്ങിത്തരാം, അതുവരെ നിന്നെ ഞാൻ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. സൈമൺ, ഈ നനഞ്ഞ തറയിലിരുന്ന് നീ എന്താണ് ചെയ്യുന്നത്? ഈശോ പുഞ്ചിരിയോട് ചോദിക്കുന്നു. നനഞ്ഞോ? ഞാനിതിപ്പോഴാണ് അറിയുന്നത്. നിഷ്കളങ്കത എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് എന്നെ വീണ്ടും ഒരു ആട്ടിൻകുട്ടിയാക്കുകയാണ്. നമുക്ക് പോകാം. എന്നാൽ ഈ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചേക്കൂ. കുറേ കഴിഞ്ഞ് അവനെ ഞാൻ തിരിച്ചു തരാം. ശരി. വൃദ്ധനായ ഒരു പിതാവിനെ പോലെ നീ അവൻ്റെ രക്ഷാകർത്താവുമായിരിക്കും. അതുപോലെ സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് എൻഗാനിമിലെത്തണം. പട്ടണത്തിലെത്തിയ ഉടൻ പത്രോസ് ബാലനെയും കൂട്ടി പുതിയ ചെരുപ്പ് വാങ്ങാൻ പോകുന്നു. എല്ലാവരും രാത്രി താമസത്തിന് സ്ഥലം കണ്ടുപിടിക്കുന്നു. നേരം പുലർന്നപ്പോൾ യാത്ര തുടർന്നു. രാത്രി വിശ്രമിച്ചതിനാൽ എല്ലാവരും വളരെ വേഗത്തിലാണ് നടക്കുന്നത്. പുതിയ ചെരുപ്പ് കിട്ടിയതിനാൽ കുട്ടിക്ക് കാലിൽ വേദനയില്ല, വേഗം നടക്കുന്നു. അവൻ എല്ലാവരോടും കുറെ കൂടി അടുപ്പമായി. എല്ലാവരോടും അവൻ സംസാരിച്ചു തുടങ്ങി. ജോണിനോട് അവൻ പറയുന്നു, അവൻ്റെ അപ്പൻ്റെ പേര് ജോണാണെന്നും അമ്മയുടെ പേര് മേരി എന്നും അക്കാരണത്താൽ അവന് ജോണിനെ ഇഷ്ടമാണെന്നും. എന്നാലും അവൻ ദേവാലയത്തിലെത്തുമ്പോൾ അവർക്കെല്ലാവർക്കു വേണ്ടിയും കർത്താവായ ഈശോയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്നും പറയുന്നു. അപ്പോസ്തലന്മാർ മിക്കവർക്കും മക്കളില്ല. അവർ ഓരോരുത്തരും എത്ര പൈതൃകമായ വാത്സല്യത്തോടെയാണ് ബാലനോട് പെരുമാറുന്നത്. എൻഡോറിൽ നിന്ന് ആ മനുഷ്യൻ്റെ പോലും മുഖഭാവത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു. അയാൾ വഴിയുടെ ദൈർഘ്യം കുറയ്ക്കാൻ ഓരോന്ന് കാണിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അവയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്.
ആ പഴയ അധ്യാപകൻ ഈ ബാലൻ നിമിത്തം ഉന്മേഷം വീണ്ടെടുക്കുന്നു. പല കുന്നിൻ ചെരുവുകൾ കടന്ന് ഇടയ്ക്ക് വിശ്രമിച്ചും രാത്രി കഴിച്ചുകൂട്ടിയും 2 ദിവസം കൊണ്ട് ശെക്കേവിലെത്തി. പോഷക നദികൾ വന്നു ചേരുമ്പോൾ ഒരു നദി വലുതാകുന്നത് പോലെ ശെക്കമിൽ നിന്ന് ജെറുസലേം വരെയുള്ള വഴി ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തിക്കും തിരക്കും പൊടിശല്യവുമുള്ള റോഡ് വിട്ട് കുറുക്കു വഴിയെ പോകാനായി അവർ കുത്തനെയുള്ള ഒരു കുന്നു കയറിയപ്പോൾ അങ്ങകലെയായി ഒരു പ്രകാശം കാണാം. ജാബാസ്, ഇങ്ങ് വരൂ, ഈശോ വിളിക്കുന്നു. അതാ സ്വർണം പോലെ തിളങ്ങുന്ന ഒരു കുടം അങ്ങ് ദൂരെ മുകളിൽ കണ്ടോ? അത് കർത്താവിൻ്റെ ഭവനമാണ്. അവിടെ വെച്ച് നിയമങ്ങൾ അനുസരിച്ച് കൊള്ളാമെന്ന് നീ ശപഥം ചെയ്യും. നിനക്ക് നിയമം അറിയാമോ? എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൻ ഉപദേശങ്ങൾ എന്നെ പഠിപ്പിച്ചു. എനിക്ക് വായിക്കാൻ കഴിയും. പിന്നെ അവർ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാമെന്നാണ് തോന്നുന്നത്. പുഞ്ചിരി തൂക്കിക്കൊണ്ട് വന്ന കുട്ടി ഇപ്പോൾ തല താഴ്ത്തി നിന്ന് കരയുകയാണ്. അവൻ്റെ കൈ ഈശോയുടെ കയ്യിലിരുന്ന് വിറയ്ക്കുന്നു. നീ കരയാതെ. നമ്മൾ എവിടെയാണെന്ന് നിനക്കറിയാമോ? ഇത് ബഥേലാണ്. പരിശുദ്ധനായ യാക്കോബ് ദൈവദൂതന്മാരെ സ്വപ്നം കണ്ട സ്ഥലമാണിത്. ഓവ് കർത്താവേ, അവൻ ഒരു ഗോവണി കണ്ടു. അത് സ്വർഗം വരെ എത്തുന്നുണ്ടായിരുന്നു. മാലാഖമാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഒരാൾ മരിക്കുമ്പോൾ നന്നായി ജീവിച്ചിരുന്ന ആളായിരുന്നെങ്കിൽ ആ ഗോവണിയിലൂടെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കും. എൻ്റെ അമ്മ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അതുമാത്രമാണ് അമ്മയുടേതായി എനിക്കുള്ളത്. അവൻ്റെ കുഞ്ഞുമുഖത്ത് കണ്ണുനീർ കണങ്ങൾ വീണൊഴുകുന്നു. അങ്ങനെ കരയാതെ ജാബാസ്, എനിക്കും ഒരമ്മയുണ്ട്. അവർ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരും. അവൾക്ക് ഒരു ഗുരുവിനേക്കാൾ ജ്ഞാനമുണ്ട്. ഒരു മാലാഖയേക്കാൾ ശാന്തതയും സൗന്ദര്യവും അവൾക്കുണ്ട്. നമ്മൾ അവളെ കാണാൻ പോവുകയാണ്. ജോണിൻ്റെ അമ്മയും അവളുടെ കൂടെയുണ്ട്. അവളുടെ പേരും മേരി. അവളും വളരെ നല്ലവളാണ്. എൻ്റെ സഹോദരൻ യൂദാസിൻ്റെ അമ്മയും മേരി, അവളും അവിടെയുണ്ട്. അവളും തേൻ കേക്ക് പോലെ മാധുര്യമുള്ളവളാണ്. അവരെല്ലാം നിന്നെ വളരെയധികം സ്നേഹിക്കും. കാരണം നീ മിടുക്കനാണ്. നീ വലുതായി കഴിയുമ്പോൾ ഒരു പണ്ഡിതനെ പോലെ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കും. നീ മരിക്കുമ്പോൾ ആ നീണ്ട ഗോവണിയിലൂടെ കയറേണ്ടി വരികയില്ല. ആ കയറ്റമെല്ലാം നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കയറും. നീ സ്വർഗത്തിൻ്റെ വാതിൽക്കലാണെന്ന് മനസ്സിലാക്കും. ഞാൻ വാതിൽക്കലുണ്ടായിരിക്കും. നിൻ്റെ മാതാപിതാക്കളും മാലാഖമാരെ പോലെ അവിടെ ഉണ്ടായിരിക്കും. ഈശോയുടെ പുഞ്ചിരിയും അത്ഭുതപ്പെടുത്തുന്ന കഥയും അവൻ്റെ കണ്ണുനീർ നീക്കി പുഞ്ചിരി നൽകുന്നു. കൊള്ളാം, നമുക്കിനി യാത്ര തുടരാം. നാളെ പാരസ്കോവാണ്. അതിനാൽ അസ്തമനത്തിന് ശേഷം 6 സ്റ്റഡിയ ദൂരം മാത്രമേ നടക്കാൻ പാടുള്ളൂ. കാരണം സാബത്തും അതിൻ്റെ വിശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. സാബത്ത് ദിവസം അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവൻ്റെ പേരെന്താണ് നിനക്കറിയാമോ? അഡോണായി. എന്നാൽ വിശുദ്ധന്മാർക്ക് അവൻ്റെ പേര് പറയാം. ജബാസ് പറഞ്ഞു. നല്ല കുട്ടികൾക്കും പറയാം. നിനക്കറിയാമോ? എങ്കിൽ പറയൂ. ജാവേ. കുട്ടി വളരെ മൃദുവായും നീട്ടിയും പറയുന്നു. എൻ്റെ അമ്മ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി തന്നിരുന്നു. എന്നാലും എസ്ത്രദോണിലെ ഒരു മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് ഞങ്ങളോട് പറയുമായിരുന്നു. ആ ചെറിയ മനുഷ്യൻ ചെറു പുഞ്ചിരിയോടെ പറയും, ദൈവം നിത്യനായ അരൂപിയാണ്, 1ഉം 3ഉമാണ്. അതിൽ രണ്ടാമത്തെ ആൾ നമുക്കായി മാംസം ധരിച്ചു. അവൻ്റെ പേര്, ഓ എൻ്റെ കർത്താവേ, അതേക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് അത് നീ തന്നെയാണ്. സ്തബ്ധനായി ബാലൻ നിലത്ത് സാഷ്ടാംഗം വീണ് ഈശോയെ ആരാധിക്കുന്നു. ബാലൻ വീണതാണെന്ന് കരുതി മറ്റുള്ളവരെല്ലാം ഓടിയെത്തുന്നു. ഈശോ ചൂണ്ടുവിരൽ വെച്ച് നിശബ്ദരായിരിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, ജാബാസ്, എഴുന്നേൽക്കൂ. കുട്ടികൾ എന്നെ പേടിക്കേണ്ട. അവൻ്റെ മുഖഭാവം ആകെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈശോ പറഞ്ഞു, നീ ജ്ഞാനിയായ ഒരു ഇസ്രായേൽക്കാരനാണ്. നീ ഇപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഒന്ന് ചോദിക്കട്ടെ, വിശുദ്ധ ഗ്രന്ഥം എൻ്റെ കാര്യം പറയുന്നുണ്ടോ? ഓ തീർച്ചയായും കർത്താവേ. ആരംഭം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം നിന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ നീയാണ്. ഓ കർത്താവേ, എന്നെ നീ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട് ജാബാസ്. ഞാൻ ജാബാസ് അല്ല. എനിക്ക് പുതിയൊരു പേര് തരണം. എന്നെ നീ സ്നേഹിച്ചെന്നും രക്ഷിച്ചെന്നും അർത്ഥമുള്ള പേര്. അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അമ്മയെ കൂടെ കൂട്ടി നിനക്കൊരു പേര് തരാം. അവർ ബഥേൽ കടന്ന് ബീറോത്ത് വഴി ജെറുസലേമിലേക്ക് യാത്ര തുടർന്നു. ദേവാലയം കണ്ടു തുടങ്ങി. അപ്പോസ്തല സംഘം സ്വയം ശുചിയാക്കുകയാണ്. തെളിഞ്ഞ വെള്ളമുള്ള തോട്ടിൽ സ്വയം വൃത്തിയാക്കുകയും മുടി കോതി ശരിപ്പെടുത്തുകയും പുറംകുപ്പായം ധരിക്കുകയും ചെയ്യുന്നു.
ജെറുസലേമിലേക്കുള്ള പ്രവേശനം ഒരു പ്രധാന കാര്യമായിരിക്കണം. ഓരോ സംഘവും ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് പുരോഹിതന്മാരെ പോലെയാണ് പോകുന്നത്. അപ്പോസ്തല സംഘവും ഈശോയും പത്രോസും മുന്നിൽ, അവരുടെ മധ്യേ ബാലൻ, പിന്നെ 2-3 പേരായി നിരനിരയായി പോകുന്നു. ഈശോയാണ് സങ്കീർത്തനങ്ങൾ തുടങ്ങിക്കൊടുക്കുന്നത്. ആദ്യത്തെ പ്രാർത്ഥനയ്ക്കായി അവർ നേരെ ദേവാലയത്തിലേക്ക് പോകുന്നു. പിന്നെ ഗത്സമേനിയിൽ അവർ വിശ്രമിക്കാറുള്ള ഭവനത്തിലെത്തി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നു.